അതെ. ശബരിമലയുടെ ആകെ ശബരിമലയിൽ ആകെയുള്ളൊരു ഒരു ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ അവിടെ വന്നിട്ട് തൊഴുതെങ്കിൽ മാത്രമേ അവിടെ ഈ അയ്യപ്പൻ എന്ന് പറഞ്ഞ നാറിക്ക് ഏതെങ്കിലും ഒരു അംഗീകാരം ഉണ്ടാകത്തുള്ളൂ. ഒന്ന് ജലീൽ വന്ന് തൊഴണം, അല്ലെങ്കിൽ കെ ടി ജലീലുണ്ടല്ലോ, പുള്ളിക്കാരൻ അവിടെ വന്ന് തൊഴുതെങ്കിൽ മാത്രമേ ഈ പറയുന്ന ശബരിമല ക്ഷേത്രത്തിൽ ഈ പറയുന്ന നാറിക്ക് അവിടെ ഇരിക്കുന്ന ഒരു 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 ഈ പറയുന്ന ഒരുത്തനുണ്ടല്ലോ അവിടെ, എന്തൊരു വൃത്തികെട്ടാനുണ്ടല്ലോ അവിടെ ഇരിക്കുന്ന ഒരുത്തിന് ഒരു അംഗീകാരം ഉണ്ടാകത്തുള്ളൂ. അതിനുശേഷം കടകംപള്ളി സുരേന്ദ്രൻ തൊഴണം. അവിടെ കമ്മ്യൂണിസ്റ്റുകാരെങ്കിലും വന്ന് തൊഴുതെങ്കിൽ മാത്രമേ അവിടെ ഇരിക്കുന്ന ശബരിമലയിൽ ഇരിക്കുന്ന ഒരു നാറിക്ക്, ഈ അയ്യപ്പൻ എന്ന് പറയുന്ന നാറിക്ക് എന്തെങ്കിലും ഒരു 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 പ്രസക്തിയുള്ളൂ. അല്ലെങ്കിൽ ഒരു പ്രസക്തിയില്ല. ഇപ്പം ഇന്ന് പോയിട്ട് ഈ പറയുന്ന പോലെയുള്ള ആരെങ്കിലും വന്ന് തൊഴുതിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ? അങ്ങനെ ഒരു പ്രസക്തി കിട്ടട്ടെ. അല്ലെങ്കിൽ അയ്യപ്പൻ എന്ത് പ്രസക്തിയാണ് ഉള്ളത്? ആണും പെണ്ണിനും കെട്ട രീതിയിൽ ജനിച്ച ഒരാൾക്ക് എന്ത് പ്രസക്തി ഉള്ളത്? കമ്മ്യൂണിസ്റ്റുകാരെ വന്ന് തൊഴുതിട്ട് എന്തെങ്കിലും പ്രസക്തി ഉണ്ടാകട്ടെ, അതല്ലേ നല്ല കാര്യം.